അപ്പോൾ ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ ഇവിടുന്ന് അസ്സലാത്തു വസ്സലാം അലൈക്കും യാ റസൂലുള്ളാഹി അസ്സലാത്തു വസ്സലാം അലൈക്കും യാ ഹബീബല്ലാഹ് എന്ന് സലാം പറയും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഹോൾസിന് നേരം ഉനാ അസ്സലാമു അലാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു സിദ്ദീഖ് എന്നവരെ പേരിൽ സലാം പറയാം. അപ്പോൾ ഇവിടുന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് അസ്സലാമു അലൈക്കും യാ അമീറൽ മുഅ്മിനീൻ ഖലീഫത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. അടുത്ത ഓട്ടൻ്റെ നേരം ഉമർ ബിൻ ഖത്താബ് തങ്ങളാണ് ആ നേരം. അപ്പോൾ ഇവിടെ എങ്ങനെയുള്ളതെന്ന് വെച്ചാൽ നബി തങ്ങൾ ഇതങ്ങനെ ഇവിടെ തല അങ്ങോട്ട് കാലുമായിട്ട് ഇങ്ങോട്ട് ചരിഞ്ഞാണല്ലോ കിടക്കുക, ഇങ്ങനെയാണല്ലോ ഉണ്ടാവുക ഇവരൊക്കെ നേരം. അപ്പോൾ ഈ ഓട്ടൻ്റെ നേരെയാണ് മുത്തനബി തങ്ങളുടെ മുഖം വരുന്നത്. അവരുടെ ബാക്കിൽ അദബ് എന്നുള്ള കുറച്ച് ബാക്കോട്ട് ഇറങ്ങിയിട്ട് ഇവിടെയാണ് ആരെ മുഖം വരിക, സിദ്ദീഖ് എന്ന് പറയും, ഇങ്ങോട്ട് ചരിഞ്ഞ് കിടക്കുക മുഖം ഇവിടെ. അതിൻ്റെ ബാക്കിൽ അല്പം ഓലോടുള്ള ബഹുമാനത്തിന് കുറച്ചും താന്നിട്ട് ആരാ ഉമർ ഖത്താബ് ഓരോ മുഖം ഇവിടെയാണ്. അതാ ഈ ഓട്ടൻ്റെ നേരെയുള്ള ഗുണം. അപ്പോൾ ഓല മുഖാമുഖം നിന്നിട്ടാണ് നമ്മൾ ഏത് പറയുന്നത്, ആ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകണം പറയുന്നത്. അതുപോലെ അങ്ങനെയുള്ള അതതിനോട് പേര്. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് സലാം പറഞ്ഞാൽ പിന്നെ നേരെ അങ്ങ് പോരുക. ഈ ഹോൾസിൻ്റെ നേരെ ആരുമില്ല. ഇതിനുള്ളിൽ ഒരു കബറിൻ്റെ സ്ഥലമുണ്ട്, അത് ഈസാ നബി അലൈഹി